السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വ്യത്യസ്തങ്ങളായ ദിശകളിൽ ഇരിക്കുന്നവരാണ് നമ്മളെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. റഹ്മാനായ റബ്ബിന്റെ ദീന് പഠിക്കാൻ കേൾക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നിശ്ചയത്തേക്ക് ചേർത്ത് വെക്കാനും ജീവിതത്തിന്റെ പച്ചയായ ഇടങ്ങളിലേക്ക് കൊണ്ടുവരാനും ഒക്കെയുള്ള വലിയ തൗഫീഖ് നമുക്ക് നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സ്വർഗം ആഗ്രഹിക്കാത്ത ഒരാളും ഈ പ്രോഗ്രാം കേൾക്കുന്നില്ല. കാരണം നമ്മളൊക്കെ അത് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്, എന്തെങ്കിലുമൊക്കെ അതിന് സഹായകമായിട്ട് കിട്ടുമെന്ന പരിപൂർണമായും ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളുടെ സ്വർഗം ലഭിക്കാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു. പല കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ വളരെ ഗൗരവത്തിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നാണ് നമ്മുടെയൊക്കെ സ്വഭാവത്തെ നമ്മളൊന്ന് വിലയിരുത്തുകയും അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള മനസ്സ് നമ്മൾ കാണിക്കുകയും. സ്വഭാവം നന്നാക്കാത്ത ഒരാൾക്കും ശരിക്ക് നേരവണ്ണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഹദീസുകളുമായിട്ട് കുറിച്ച് പരിശോധിക്കണം ബോധ്യപ്പെടുന്നത്. നമ്മള് ഏതൊരാളും മറ്റുള്ളവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാവരും എന്നോട് നല്ല നിലക്ക് നിൽക്കണം എന്നല്ല. അല്ലേ? നമ്മളാരും നമ്മളോട് മോശമായ രൂപത്തിൽ മറ്റുള്ളവർ പെരുമാറണമെന്നോ നമ്മളോട് ആ നിലക്ക് കൺവിൻസ് ചെയ്യണമെന്നോ ആരും ആഗ്രഹിക്കാറില്ല. എല്ലാവരും നല്ല നിലക്ക് എന്നോട് പെരുമാറണം, ഏറ്റവും നല്ല രൂപത്തിൽ എന്നോട് ജീവിതത്തിൽ പെരുമാറി മുന്നോട്ട് പോകണം നമ്മൾ ആഗ്രഹിക്കാറുള്ളത്, അല്ലെ? പക്ഷെ നമ്മളെന്ന വ്യക്തി മറ്റുള്ളവർക്ക് എങ്ങനെയാണോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണം. നമ്മിലൂടെ ആ ഒരു അവസ്ഥ തന്നെയാണോ മറ്റുള്ളവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. പല ആളുകളും പല ആളുകൾക്കും പരലോകം നഷ്ടമായത് നിസ്കാരം നോമ്പൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നല്ല. എല്ലാവരും പരലോകത്ത് നഷ്ടം പാലിക്കുന്ന നിസ്കാരം നോമ്പ് ഇല്ലാത്തതുകൊണ്ടൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് പാപ്പരായ ആളുകളെ കുറിച്ച് പറയുന്നു. സ്വഹാബാക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് പരലോകത്തെ പാപ്പരായ ആളുകൾ ആരാന്നറിയുമെന്ന് ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, ദിർഹമലഹു വലാ ദീനാർ. ദീനാറും ദിർഹമൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുത്തുകയാണ്. ശരിക്കുള്ള പാപ്പരായ ഒറിജിനൽ പാപ്പരായവർ ആരാന്നറിയോ? അവർ നാളെ പരലോകത്ത് വരുന്ന ചില ആളുകളാണ്. ഇന്നൽ മുഫ്ലിസു മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസക്കാത്ത്. കാര്യം നോമ്പ് സക്കാത്തൊക്കെ ആയിട്ട് വരുന്നതാണ്. സഹോദരന്മാരെ, ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റമദാൻ ഉണ്ടല്ലോ. റമദാൻ വന്നാൽ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താ? നിസ്കാരാണ്, നോമ്പാണ്, സക്കാത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കണത്, അല്ലേ? ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. പക്ഷെ അത് കൊണ്ടുവന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു റസൂൽ പറയുന്നത്. പക്ഷെ എന്താ അറിയോ? ഇതൊക്കെ ചെയ്തിട്ടും പരലോകത്തെത്തിയപ്പോൾ അവർക്ക് ഉണ്ടായ പ്രശ്നം, ഒരു മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്നിട്ടോ ആ മനുഷ്യൻ ഈ നിസ്കാരം നോമ്പും നോട്ടൊക്കെ ഇങ്ങനൊക്കെ ചെയ്ത ആള് അവന്റെ സ്വഭാവം നന്നല്ലാത്തതുകൊണ്ട് തന്നെ പല ആളുകളെയും ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, അഭിമാനത്തെ ധ്വംസപ്പെടുത്തിയിട്ടുണ്ടാവും, അവന്റെ ധനത്തെ അപഹരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ കുറെ ഉപദ്രവങ്ങൾ ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രവാചകൻ പറയാണ്.
ഈ ആൾക്ക് നാളെ പരലോകത്ത് എന്തുണ്ടാകും വെച്ച് കഴിഞ്ഞാല് അവൻ ചെയ്ത നന്മകളെല്ലാം മറ്റുള്ളവർക്ക് എടുത്ത് കൊടുക്കുന്നുള്ളതാണ്. എന്നിട്ടും ചിലപ്പോൾ ബാധ്യതകൾ തീരും. ഇപ്പൊ എന്താ ഉണ്ടാകാന്നറിയോ? അവന്റെ തിന്മകൾ ഇവന്റെ അക്കൗണ്ടിലേക്ക് വരവ് വെച്ച് ഈ നിലയ്ക്ക് കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്ത് നോമ്പും സക്കാത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ചെയ്തു വെച്ച അമലുകൾ കൂടെ ബാത്തിലായി പോകുന്ന ഒരു ദുരന്തം നാളെ പരലോകത്ത് വരാനുണ്ടെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സഹോദരനെ കുറിച്ച് സൂചിപ്പിക്കപ്പെട്ടു. യാ റസൂലല്ലാഹ് ഇന്ന ഫുലാനൻ അവിടെ ധാരാളക്കണക്കിന് നിസ്കരിക്കുന്ന പെണ്ണാണ്, ധാരാളക്കണക്കിന് നോമ്പ് നോൽക്കുന്ന പെണ്ണാണ്, ഒരുപാട് സ്വതക്കുകളും മറ്റു ധാരാളങ്ങളും ഒക്കെ കൊടുക്കുന്ന പെണ്ണാണ്. പക്ഷെ പ്രവാചകരെ ഒരു പ്രശ്നം കേട്ടോ. എന്താ പ്രശ്നം അറിയോ? തന്റെ അരികത്ത് വസിക്കുന്ന എല്ലാവർക്കും ആ സഹോദരന്റെ നാവ് കൊണ്ട് വലിയ ഉപദ്രവമാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ പറഞ്ഞ വാക്കെന്താ അറിയങ്ങള്? ധാരാളക്കണക്കിന് നിസ്കാരമൊക്കെ ഉണ്ടെന്നല്ലേ, വാക്കുകൊണ്ട് എപ്പോഴേക്കും പ്രശ്നം എന്നല്ലേ പറഞ്ഞ? അല്ല, പ്രവാചകൻ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. ആരാ സഹോദരന്മാരെ? ആരാണ്? ധാരാളമായി നോമ്പ് നോറ്റ, നിസ്കരിച്ച, സ്വതത്ത് കൊടുത്ത ഒരാള്, ഒരു സഹോദരി നാവിന്റെ ഒരു ഉപദ്രവത്തിൽ നിന്ന് മറ്റുള്ളവരെ പ്രയാസപ്പെടുന്ന ഒറ്റ കാരണത്താൽ പോയി എന്നതാണ്. പലപ്പോഴും എന്താ അറിയോ? പലപ്പോഴും പല ആളുകളും ഒക്കെ പങ്കുവെക്കുന്ന വേദനാജനകമായ ചില പ്രയാസങ്ങളുണ്ട്. നല്ല നിസ്കരിക്കണം, നോമ്പ് വെക്കണം, പിന്നെ 11 മണിയെന്നുണ്ടെങ്കിലും പലപ്പോഴും ജുമാക്ക് വരെ പോയിരിക്കുന്ന പല സഹോദരിമാരെ കുറിച്ചിട്ടും പല സഹോദരിമാരും പറയുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളും, സ്വഭാവം നന്നാകാത്തതിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന മക്കൾ, കണ്ണീര് കുടിക്കുന്ന മരുമക്കൾ, കണ്ണീര് കുടിക്കുന്ന അമ്മായിമാർ, കണ്ണീര് കുടിക്കുന്ന ആളുകൾ, അല്ലെ? മനം നൊന്ത് ആത്മഹത്യയിലേക്ക് വരെ പോയ ആളുകളുണ്ട് എന്നതാണ്. മറ്റുള്ളവരുടെ സ്വഭാവം നന്നാകാത്തതിന്റെ പേരിൽ കുത്തുവാക്കുകളും മറ്റുമൊക്കെ ഏറ്റ് പ്രയാസപ്പെട്ട് മനം നൊന്ത് ആത്മഹത്യ വരെ ചെയ്തു പോയ ആളുകൾ. നോക്കൂ നിങ്ങൾ, എത്ര വലിയ അബദ്ധമാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നായില്ലെങ്കിൽ സംഭവിക്കുക എന്നുള്ളത്. എത്ര ദമ്പതിമാരാണ് ഡൈവോഴ്സിലേക്ക് പോയത്? എന്തേ പ്രശ്നം? സൗന്ദര്യമില്ലാത്തതിന്റെ പേരിലല്ല. എന്തേ പ്രശ്നം? സമ്പത്തില്ലാത്തതിന്റെ പേരിലല്ല. എന്തേ പ്രശ്നം? വേറെ എന്തെങ്കിലും ഭൗതിക സംവിധാനങ്ങളുടെ കുറവൊന്നല്ല. പ്രശ്നം എന്താണ്? നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയല്ലാതെയായി എന്നുള്ളതാണ്. അവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പ്രശ്നങ്ങളായി, പരിവർത്തനങ്ങളായി, ഇങ്ങനെ പ്രയാസപ്പെട്ട് അവസാനം ഈ ബന്ധം വേണ്ട എന്ന് തന്നെ തീരുമാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ വഷളായ സംഗതികളൊക്കെ നമ്മൾ അറിയുമ്പോൾ എല്ലാറ്റിന്റെയും പിന്നിലുള്ള റീസൺ പലപ്പോഴും സ്വഭാവം നന്നാകാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് ഈ ക്ലാസ് പറയുന്ന ഞാനും കേൾക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ഓരോരുത്തരും വേറെ ആരെ കുറിച്ചും ചിന്തിക്കരുത്, നമ്മളെ കുറിച്ച് മാത്രം. എന്ത് വില കൊടുത്തും നമ്മുടെ സ്വഭാവത്തെ ലളിതങ്ങൾ പഠിപ്പിച്ച റൂട്ടിലേക്ക് മാറ്റി എഴുതാൻ നമുക്ക് കഴിഞ്ഞേ പറ്റും. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തിനാണ് അപ്പൊ അള്ളാഹ് റസൂൽ വന്നത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹ് റസൂലിനെ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പൊ നിങ്ങൾ എല്ലാ നിലക്കും എല്ലാ അധാർമികതകളും സ്വഭാവ രംഗത്തെ മൂല്യച്യുതികളും എല്ലാം നിലനിന്നിരുന്ന സമൂഹത്തിലേക്ക് അള്ളാന്റെ റസൂല് വന്ന് പടിപടിയായി ലോകത്തിൽ തുല്യതയില്ലാത്ത ഉത്തമമായ സമൂഹമാക്കി അത് പരിവർത്തിച്ചു. പ്രവാചകൻ നിയോഗന ലക്ഷ്യം തന്നെ സ്വഭാവത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഒരു വസിയത്ത് ഒരുപാട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസിയത്ത് എന്താണെന്നറിയോ? എന്നാണ്. ഈ ജനങ്ങളോട് ഏറ്റവും നല്ല രൂപത്തിൽ, നല്ല സ്വഭാവത്തിൽ പെരുമാറണമെന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ശരിക്കുള്ള വിശാലത എന്താണെന്നറിയോ? ശരിക്കുള്ള വിശാലത ഇന്നകും ലാ തസ്ഉന അന്നാസ ബി അംവാലികും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനങ്ങളിലേക്ക് നിങ്ങളുടെ സമ്പത്ത് കൊണ്ടല്ല വിശാലത കാണിക്കേണ്ടത്, മറിച്ച് മുഖത്തിന്റെ വിശാലതയാണ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വഭാവം കൊണ്ടാണ് നിങ്ങൾ ജനങ്ങളോട് വിശാലത കാണിക്കേണ്ടത് പറഞ്ഞാൽ
നിങ്ങളിൽ നിന്നും ആ നിലക്കുള്ള ഒരു സാഹചര്യം എല്ലാ ആളുകളും കൊണ്ടിരിക്കണമെന്നാണ്. എല്ലാ നന്മയും അടങ്ങിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ സൽസ്വഭാവത്തിലാണ് എന്നാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്. പ്രവാചകരെ, പുണ്യം എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു റസൂൽ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയും? അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ് എന്നാണ്. ശരിക്കുള്ള പുണ്യം, നന്മ എന്ന് പറഞ്ഞാൽ ഒരാൾ സൽസ്വഭാവിയാവുക എന്നതാണ്. കാരണം ഒരു മനുഷ്യൻ സൽസ്വഭാവിയാകുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി അവന്റെ ജീവിതത്തിലേക്ക് എല്ലാ നിലക്കുമുള്ള ഹൈറാത്തുകളും വന്നു ചേരും എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നല്ലോണം ശ്രദ്ധിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രംഗത്ത് നമ്മളെ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല നിലക്ക് സ്വഭാവത്തെ നന്നാക്കിയ ഒരു മനുഷ്യർക്ക് കിട്ടാൻ പോകുന്ന, പരലോകത്തിൽ ലഭിക്കാൻ പോകുന്ന മഹത്തരമായ അനുഗ്രഹങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ അത് മാത്രം മതി എന്ത് വില കൊടുത്തും നമ്മൾ നമ്മുടെ സ്വഭാവത്തെ ക്രമീകരിക്കാം. ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത? സൽസ്വഭാവിയായ ഒരു മനുഷ്യർക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനവും മാനവും നാളെ പരലോകത്തുള്ള അവന്റെ വലിയൊരു ദർജയെ കുറിച്ച് പ്രവാചകൻ സൂചിപ്പിച്ചു. അള്ളാഹ് റസൂൽ പറഞ്ഞ കാര്യം, കൂട്ടരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാരാന്നറിയും? ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് ഏറ്റവും വലിയ ഉത്തമൻ എന്ന് റസൂൽ പറയാം. അപ്പൊ നമ്മൾ ഏറ്റവും വലിയ ഹൈറുള്ള ഒരു മനുഷ്യനാണെന്ന് എങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും? നമ്മുടെ സ്വഭാവം നോക്കിയാൽ മതി എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും സ്ഥിരമായ നല്ലൊരു സ്വഭാവ ഗുണമാണ് നമുക്കുള്ളത്. ഇതിൽ നമ്മൾ തന്നെയാണ് ഉത്തമൻ എന്ന്. മഹാനായ ഫുദൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്ന് പറഞ്ഞാൽ ഒരു 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 സൽസ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റു പല തെമ്മാടിത്തരവും, ഹാജരായ തെമ്മാടിയ ഒരു മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വഭാവ രംഗത്ത് അദ്ദേഹം ഓക്കെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ എന്നോട് സഹവസിക്കുന്നതാണ് അഹബ്ബു ഇലയ്യ മിൻ അൻ യസ്ഹബനി ആബിദുൻ സയ്യൽ ഖുൽഖ്. ഒരു മനുഷ്യൻ നല്ല ഇബാദത്തൊക്കെ ഉണ്ട്, പക്ഷെ മോശമായ സ്വഭാവമാണെങ്കിൽ, മോശമായ സ്വഭാവം വെച്ച് നല്ല ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യൻ എന്റെ കൂടെ കൂടുന്നതിനേക്കാൾ എനിക്കിഷ്ടം, പ്രത്യേകിച്ച് ഇബാദത്തും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ലൊരു സ്വഭാവമുള്ള ഒരാൾ എന്റെ കൂടെ കൂടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മഹാനായ ഫുദൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും ഉത്തമനായ ഒരു മനുഷ്യനാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളൊക്കെ മരിച്ചാൽ ആളുകൾ നമ്മുടെ ജനാസക്കരികിൽ വന്ന് പ്രത്യേകിച്ച് ഒരു അടക്കം പറച്ചിലൊന്നുമില്ലാതെ, ചെങ്ങായി പോയി കിട്ടിയത് നന്നായി, ആ മരോള് രക്ഷപ്പെട്ടു, അമ്മായിമ്മ രക്ഷപ്പെട്ടു, പിന്നെ ഞാൻ മക്കൾക്കൊരു സ്വസ്ഥമായിക്കൊണ്ട് കിടന്നുറങ്ങാലോ എന്നൊക്കെ നമ്മളെ കുറിച്ച്, നമ്മുടെ മരണത്തിൽ സന്തോഷിക്കുന്ന ഒരാളുകളെ കുറിച്ചല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ആകരുത് നമ്മൾ മരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. ഏറ്റവും നല്ല ഉത്തമനായ ഒരു മനുഷ്യനാണല്ലോ നമ്മുടെ മഹല്ല് വിട്ട് പിരിഞ്ഞത്, നമ്മുടെ കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നായിരിക്കണം ആളുകൾ നമ്മളെ കുറിച്ച് പറയേണ്ടത്. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വഭാവത്തെ മെച്ചപ്പെടുത്തുക എന്നതാണ്. രണ്ടാമതായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ മുഹിബ്ബുകളായിരിക്കും ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളെന്ന്. അഹബ്ബു ഇബാദില്ലാഹി ഇലല്ലാഹ് അഹ്സനുഹും ഖുലുഖ. അള്ളാഹിന്റെ അടിമകൾ വെച്ച് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അള്ളാഹ് ചേർത്ത് പിടിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യരെയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നിങ്ങൾ ആലോചിക്കുക, നല്ലൊരു സ്വഭാവം കെട്ടിപ്പടുക്കുന്ന ഒരാള് റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട മിത്രമാവുകയാണ്. അള്ളാഹ് റസൂൽ പറയാ, ഇന്നല്ലാഹ ലാ യുൽഖി ഹബീബഹു ഫിന്നാർ. അള്ളാഹുവിന്റെ ഇഷ്ടദാസനെ അള്ളാഹു ഒരിക്കലും നരകത്തിലേക്ക് ഇട്ടുകൊടുക്കുകയില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു മുസ്ലിമായ ഒരു മനുഷ്യർക്ക് കിട്ടുന്ന ഏറ്റവും മുന്തിയ വിഭവം ഏതാണെന്ന് ചോദിക്കുക. റസൂലല്ലാഹ് മാ അഫ്ളലു മാ ഉഅ്തിയൽ മർഉൽ മുസ്ലിം. ഒരു മുസ്ലിമായ ഒരു മനുഷ്യർക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും മുന്തിയ വിഭവം ഏതാണെന്ന് ചോദിച്ചപ്പോ അള്ളാഹ് റസൂൽ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അവനക്ക് 5 അക്ക ശമ്പളക്കാരനാവുക എന്നോ, അല്ലെങ്കിൽ വലിയ ഒരു ഭവനത്തിന് ഉടമയാവുക എന്നുള്ളതോ, അല്ലെങ്കിൽ മുന്തിയ തരം എല്ലാ ഭൗതിക വിഭവങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും അധിപനായി മാറലാണ് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ വിഭവം എന്നല്ല പറഞ്ഞത്. അള്ളാഹ് റസൂൽ പറയാണ്, ഹുസ്നുൽ ഖുൽഖ്. ഒരാൾക്ക് സൽസ്വഭാവം അള്ളാഹു പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ആ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ വിഭവം എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പറയുകയാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇരു ലോകത്തിലും സുഹൃത്തുക്കളെ നന്മയാകും സ്വഭാവത്തിലൂടെ സൽസ്വഭാവത്തിലൂടെ മനുഷ്യർക്ക് നേടാൻ കഴിയുക. മാത്രമല്ല ആയുസ് മുഴുവനും നല്ല ബറക്കത്തുള്ള ആയുസാക്കി മാറ്റാൻ പറ്റുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഇന്നഹു മൻ ഉഅ്തിയ ഹദ്ദുഹു മിനൽ റിസ്ഖി ഫഖദ് ഉഅ്തിയ ഹദ്ദുഹു മിൻ ഖൈരി ദുനിയ വൽ ആഖിറ വസിലത്തുർ റഹിം വഹുസ്നുൽ ഖുൽഖ് വഹുസ്നുൽ ജിവാർ യഅ്മറാൻ തിയാറ വയസീദാൻ ഫിൽ അഅ്മാർ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യർക്ക് ലോലമായ സ്വഭാവം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഇരു ലോകത്തിലും വമ്പിച്ച് ഓഹരി ലഭിക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ കുടുംബബന്ധം പൂർത്തീകരിക്കുന്ന, ചേർക്കുന്ന, സൽസ്വഭാവിയാകുന്ന, അതേപോലെ തന്നെ നല്ല തന്റെ അയൽപക്കക്കാരോടൊക്കെ, അയലത്ത് താമസിക്കുന്ന പറഞ്ഞ സഹപാഠികളോട്, സഹപ്രവർത്തകരോട്, എല്ലാവരോടും ഏറ്റവും നല്ല രൂപത്തിൽ നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ, അവൻ ഈ ലോകം, അവൻ ഈ ഒരു ഇഹലോകം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അവന്റെ ഉംറിൽ, ആയുസ്സിൽ വർധനവ് നേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രവാചകന്റെ ഹദീസിൽ കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, ജീവിതം മുഴുവനും സൽസ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ആയുസ് എല്ലാ നിലക്കും ഹൈറിൽ മാത്രം ബന്ധിതമായിരിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിലൂടെ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു മനുഷ്യനിക്ക് അവന്റെ സൽസ്വഭാവത്തോടു കൂടെ ഒരു പിന്നെ നോമ്പ് നോൽക്കുന്ന, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രതിഫലത്തിന് വരെ ആ മനുഷ്യൻ അർഹനാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജത്തസ് സ്വാഇമി വൽ ഖായിം. ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ തന്റെ സൽസ്വഭാവത്തിലൂടെ കണ്ടെത്തുന്നു ദറജത്തസ് സ്വാഇമി വൽ ഖായിം, ഒരു നോമ്പ് നോൽക്കുന്ന മനുഷ്യന്റെ പദവി, നിന്ന് നിസ്കരിക്കുന്ന മനുഷ്യന്റെ പദവിയിലേക്ക് അവർക്ക് എത്താൻ കഴിയുമെന്ന് നോക്കൂ. നിങ്ങൾ 24 മണിക്കൂർ അപ്പോൾ നോമ്പ് നോക്കാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കൂലി കിട്ടാന്ന് പറഞ്ഞാൽ എവിടെ എത്തി? ഇതാർക്കെ കിട്ടുള്ളൂ? നല്ല നിലക്കുള്ള സ്വഭാവം കാഴ്ചവെക്കുന്ന ഒരാൾക്ക് കിട്ടുള്ളൂ എന്ന് വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്മയുടെ തുലാസ് കനം തൂങ്ങാൻ എന്ന് കഴിഞ്ഞതിനേക്കാൾ വലിയൊരു ഏർപ്പാടില്ല എന്ന്. അള്ളാഹു റസൂല് പറയാ, നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ കനം തൂക്കുന്ന, നന്മയുടെ തുലാസിൽ വലിയ വർധനവുണ്ടാക്കി തരുന്ന ഒരു യുഗമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യർക്ക് ലഭിക്കപ്പെടുന്ന സൽസ്വഭാവം എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റൊരിക്കൽ ഒരു സ്വഹാബി ഒന്നുകൊണ്ട് ചോദിച്ചു, പിന്നെ പ്രവാചകൻ ചോദിക്കപ്പെട്ടു, പ്രവാചകരെ, ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന, പ്രവേശിപ്പിക്കുന്ന ഘടകം ഏതാന്ന് ചോദിച്ചപ്പോ അള്ളാഹു റസൂൽ ആദ്യം കൊടുത്ത മറുപടി തഖ്വല്ലാ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ മനുഷ്യർക്ക് കഴിയുക എന്നും. ഉടനെ തന്നെ പ്രവാചകൻ പറഞ്ഞു, വഹുസ്നുൽ ഖുലുഖ്, ഒരു മനുഷ്യന്റെ സൽസ്വഭാവമാണ്, സൽസ്വഭാവിയാണെങ്കിൽ അവൻ എത്രയും പെട്ടെന്ന് സ്വർഗത്തിൽ എത്താമെന്ന. സഹോദര സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്രയേറെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്വർഗം എന്നത്. ചെറിയൊരു ക്രമീകരണം വരുത്തിയാൽ, നമ്മുടെ സ്വഭാവം ഒന്ന് ശരിക്കൊന്ന് ആക്കിയെടുത്തു കഴിഞ്ഞാൽ ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എത്രയും പെട്ടെന്ന് കിട്ടുമെന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ജമഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന തഖ്വ വഹുസ്നുൽ ഖുലുഖ്. ഈ ഹദീസിൽ ശരിക്കും പറയുന്നുണ്ട്, ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഖ്വയും അതേപോലെ തന്നെ സൽസ്വഭാവത്തെയും ചേർത്ത് പറയാനുള്ള കാരണം എന്താ? ഒരാൾ മുത്തഖിയാകുന്നതിലൂടെ അവനും തന്റെ റബ്ബുമായിട്ടുള്ള ബന്ധം നന്നാകുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? എന്നൊരു മനുഷ്യൻ പിന്നെ സൽസ്വഭാവിയാകുന്നതിലൂടെയോ അവനും തന്റെ സഹ ആളുകളോടും ഉള്ള ഒരു, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹക്ക് തഖ്വയിലൂടെ വീട്ടപ്പെടുമ്പോൾ അവന്റെ അടിമയിലോടുള്ള ഹക്ക് ഒരു മനുഷ്യൻ സൽസ്വഭാവിയാകുന്നതിലൂടെ നടക്കുന്നു എന്നാണ്. നിങ്ങൾ ഒരു തഖ്വ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആ ഒരു ഇഷ്ടത്തെ നിർബന്ധമാക്കുമ്പോൾ, സൽസ്വഭാവം എന്നുള്ളത് ജനങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിലേക്ക് അവന് ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ തഖ്വയിലൂടെ റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടവും സൽസ്വഭാവത്തിലൂടെ മുഴുവൻ അടിമകളുടെ ഇഷ്ടവും ഒരു മനുഷ്യൻ നേടുക വഴി അൽഹംദുലില്ലാഹ് സ്വർഗരാജ്യം ആ മനുഷ്യനെ ഉടമപ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സ്വർഗപ്രവേശനം എന്ന് മാത്രമല്ല, പ്രവാചകൻ
പറഞ്ഞത് എന്താണെന്നറിയോ? സ്വർഗത്തിന്റെ ഉന്നതമായ ഇടത്ത് അവൻക്കൊരു ഭവനം ലഭിക്കുമെന്നാണ്. പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, സ്വർഗത്തിന്റെ ഉന്നതമായ ഇടത്ത് ഒരു 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 വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ജാമ്യം നിൽക്കുമെന്ന. ആർക്കാ സഹോദരിമാരെ? ലിമൻ ഹസന ഖുലുഖുഹു, ആരുടെ സ്വഭാവമാണോ നന്നായത്, നല്ല സ്വഭാവം കെട്ടിപ്പടുത്തു മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ലഭിക്കുമെന്ന. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, നാളെ പരലോകത്തെത്തുമ്പോ എന്റെ അരികിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കിട്ടുന്നതാരാ? ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വഅഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹസനുകും മഖ്ലാഖാ. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരുമാണ് എന്റെ അരികിൽ നാളെ പരലോകത്ത് പങ്കിടാനുള്ള അവസരം കൊടുക്കുന്നത് എന്നതാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ ഓടിച്ചു പറഞ്ഞതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൽസ്വഭാവത്തിന് നമ്മളെ പഠിപ്പിച്ച ചില പ്രധാനപ്പെട്ട ദറജകളും പ്രതിഫലങ്ങളും ഒക്കെ വേഗം വേഗം പറഞ്ഞു പോയതാണ്. സഹോദരിമാരെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ആഗ്രഹിക്കാത്തതുണ്ടോ? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നാളെ പരലോകത്തെ എത്തുമ്പോൾ നന്മയുടെ തുലാസ് കനം തൂങ്ങണമെന്നും ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളെല്ലാം എനിക്ക് ലഭിക്കണം എന്നുള്ളതും ആഗ്രഹിക്കാത്ത ഒരാളും ഈ സംസാരം കേൾക്കുന്നില്ല. പക്ഷെ നമ്മളെ കൊണ്ടാകുന്നുണ്ടോ എന്നാണ് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടത്. എങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ സ്വഭാവത്തെ ഏറ്റവും നല്ല രൂപത്തിലാക്കി എടുക്കാം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. ഒന്നാമത്തെ പരിഹാരം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒന്നാമത്തെ പരിഹാരം, പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു, ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ്. ഈ സ്വഭാവത്തെ നൽകിയത് റബ്ബാണെങ്കിൽ അതിനെ നന്നാക്കി തരേണ്ടത് റഹ്മാനായ റബ്ബാണ്. അള്ളാഹ് നന്നാക്കാതെ ഒരാൾക്കും പരിശുദ്ധി പ്രാപിക്കാൻ കഴിയുകയില്ല. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ കമാ അഹ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുൽഖി. അല്ലാഹുവേ, നീ എന്റെ ശരീരത്തെ നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെയും നന്നാക്കണേ എന്ന. ഏറ്റവും നല്ല ശരീരഘടനയുള്ളവരാ മനുഷ്യന്മാർ. ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം എന്ന. അതിനേക്കാൾ ഭംഗി എന്റെ സ്വഭാവത്തിന് നൽകണ എന്ന. വീണ്ടും പ്രവാചകന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും, വഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീ വഴി നടത്തണേ എന്ന. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാക്കാൻ നീ എന്നെ സഹായിക്കണേ. ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത. ഏറ്റവും നല്ലതിലേക്ക് നീ അല്ലാതെ വേറൊരാളും വഴി കാണിക്കുകയില്ല എന്ന. എല്ലാ മോശമായതിൽ നിന്നും നീ എന്നെ തിരിച്ചുവിടണേ എന്ന. മോശമായ കാര്യങ്ങളിൽ നിന്നും തിരിച്ചുവിടാൻ നിനക്കല്ലാതെ വേറെ ആർക്കും കഴിയുകയില്ല എന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅ്മാൽ വൽ അഹ്വാഇ വൽ അദവാ. അല്ലാഹുവേ, മോശമായ എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും, മോശമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും, മോശമായ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും എന്നെ നീ അകറ്റിക്കളയണേ എന്നാണ്. സഹോദരിമാരെ, ഇത് റബ്ബിനോട് നിരന്തരമായി ചോദിക്കണം. അപ്പൊ എന്താ ഞങ്ങള് ജീവിതത്തിൽ എന്തൊക്കെ മോശത്തരങ്ങൾ ഉണ്ടെങ്കിലും അത് മെല്ലെ 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 നമ്മൾ അത് ഇങ്ങനെ അറിയുന്ന സാഹചര്യം ഉണ്ടാവും. ക്രമേണ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആയുസ് അവസാനിക്കുമ്പോൾ തന്നെ ഇതിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പലപ്പോഴും പല ആളുകളും പറയുന്നതെന്നറിയോ, ഈ തറവാടിൻ്റെത് പറയാറുണ്ട്, പാരമ്പര്യം പറയാറുണ്ട്, നിന്റെ വാപ്പ് ഇതിനേക്കാൾ വലിയ ചൂടനാണ്, ആ കുടുംബം മൊത്തം അങ്ങനെയാണ്. അങ്ങനെ ആരും നമ്മൾ എഴുത്തള്ളേണ്ട ആവശ്യമില്ല. നമ്മൾ ആരും അങ്ങനെയാണെങ്കിലും റഹ്മാനായ റബ്ബിന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റിയത് നമുക്ക് കഴിയില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയും. പക്ഷെ എന്ത് വേണമെന്നറിയോ? നേരത്തെ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ കാത്തിരിക്കുന്നത്, സ്വർഗം കാത്തിരിക്കുന്നത് നല്ല സ്വഭാവം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയ ഒരാൾക്ക് മാത്രമാണെന്ന് പറയുമ്പോൾ, തൗഹീദിനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണെന്ന് പറയുമ്പോൾ, അത് നമുക്ക് കൈവരിക്കണോ? റഹ്മാനായ റബ്ബിന്റെ അപാരമായ സഹായം ആ വിഷയത്തിൽ നമുക്ക് കൂടിയേ തീരും. അതിനുവേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ സഹോദരിമാരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ പരിഹാരം. രണ്ടാമത്തെ പരിഹാരം എന്താണെന്നറിയോ? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
എന്താ സഹോദരിമാരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയെ, താങ്കൾ ഏറ്റവും ഉന്നതമായ ഒരു സ്വഭാവത്തിലാണ് കേട്ടോ. അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക സഹോദരിമാരെ. സ്വന്തം ഭാര്യയോടാ ചോദിച്ചത് അല്ലെ, വേറെ ആരോടല്ല, സ്വന്തം ഭാര്യയോട് ചോദിച്ചു, ആയിഷമ്മയോട് ചോദിച്ചു. അല്ല, വാചകന്റെ സ്വഭാവം ഇപ്പൊ എങ്ങനെയാണ്? ഉമ്മ കൊടുത്ത മറുപടി എന്താണെന്നറിയും? ആറ്റി കുറുക്കിയ മറുപടി, കാന ഖുലുഖുഹു അൽ ഖുർആൻ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഖുർആനായിരുന്നു എന്നാണ്. നടക്കുന്ന, ഇരിക്കുന്ന, കിടക്കുന്ന ഖുർആൻ അല്ലെ. ഖുർആനിൽ എന്തെല്ലാം നന്മകൾ പകർത്തണമെന്ന് പറഞ്ഞോ അതൊക്കെ ജീവിച്ച് കാണിച്ചു തന്നു അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് കൂടെ കിടക്കുന്നവൻക്കാണ് രാപ്പനി അറിയുമെന്ന് പറഞ്ഞതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാര്യത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത് അവിടുത്തെ ഭാര്യയാണ്. ഇപ്പൊ നിങ്ങൾ പലപ്പോഴും പല ആളുകളും പുറത്തൊക്കെ ഒരു മുഖമായിരിക്കും, സ്വന്തം വീട്ടിൽ വേറൊരു സ്വഭാവമായിരിക്കും. യഥാർത്ഥ സ്വഭാവം ഭാര്യക്കും ഭാര്യയുടേതും പിന്നെ ഭർത്താവിനും ഒക്കെയാണ് അറിയുക. അപ്പൊ നമ്മുടെ ഇണകൾ, പാർട്ണർമാർ നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി ശ്രദ്ധിക്കണം. നോക്കൂ നിങ്ങൾ, ഞാൻ ഓടിച്ചു പോവുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്, സ്വഭാവ രംഗത്ത് പ്രവാചകൻ ശ്രദ്ധിച്ചത് ഏതാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ എന്താണെന്നറിയോ? പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്ന സുഹൃത്തുക്കളെ പരിഗണനയാണ്. പരിഗണന, പരിഗണിക്കുക. എല്ലാവരെയും പ്രവാചകൻ പരിഗണിച്ചു എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബാക്കൾ പറയാ, മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു പറയാ, മാ റആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സമ. പ്രവാചകൻ എന്നെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല എന്നോട് പുഞ്ചിരിച്ചു കൊണ്ടല്ലാതെ എന്ന. ഇത് ജരീർ റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം അനുഭവമൊന്നല്ല, എല്ലാ സ്വഹാബാക്കളും പറയാ, പ്രവാചകൻ എപ്പോഴും ഞങ്ങളെ കാണുമ്പോൾ ഒരു പുഞ്ചിരിക്കാറുണ്ടായിരുന്നു എന്നതാണ്. എന്ത് ചെലവാ സഹോദരിമാരെ, എന്തിന് ചെലവുണ്ടോ? ഒരു പുഞ്ചിരിയോട് കൂടെ ആളുകളോട് സംസാരിക്കാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ട് എന്താണെന്നറിയോ, എപ്പോഴും പുഞ്ചിരിക്കാൻ നമുക്ക് കഴിയണം. നന്മയിൽ നിന്നും ഒന്നും നീക്കരുത്. നല്ലൊരു സന്തോഷമുള്ള മുഖത്തോടു കൂടെ മറ്റുള്ളവരോട് നീ കണ്ടുമുട്ടുമ്പോൾ പോലും നീ ചെറുതായി കാണേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ് എത്ര വലിയ സദസ്സാണെന്ന് ആലോചിച്ച് ആരെങ്കിലും കണ്ടിട്ടില്ല എന്ന് ഈ പ്രവാചകൻ സുഖവിവരങ്ങൾ തിരക്കുന്നുള്ളതാണ്. ഇനി ആ ആൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ രോഗിയാണെങ്കിൽ അവിടെ നേരെ പോയി കാണുന്ന, എന്താണെന്ന് കണ്ടില്ലല്ലോ, എന്താ പറ്റിയത്, എത്ര വലിയൊരു ഒരു സംഭവം അറിയുന്നത്. നമ്മൾ ദിനേന പോകുന്ന ഒരു സ്ഥാപനത്തിൽ മറ്റൊരാൾ കണ്ടിട്ടില്ല, എവിടെയായിരുന്നു എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കപ്പെടുന്ന മനുഷ്യന്റെ മനസ്സിൽ എന്തുണ്ടാകുക? ഞാൻ അത്രയേറെ അവൻക്ക് പ്രിയപ്പെട്ടവനാണല്ലോ, എനിക്ക് അവന്റെ മനസ്സിൽ സ്ഥാനമുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുക. അങ്ങനെ സ്ഥാനം കൊടുക്കുന്ന ആളെ തിരിച്ച് സ്നേഹിക്കാതിരിക്കുമോ സഹോദരിമാരെ? അതുകൊണ്ട് എന്താ റിസൂഖി വിവരങ്ങൾ തിരിക്കണമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചത്. കുട്ടികളെ കൂടിയായിരുന്നു അല്ലെ, കുട്ടികളെ പരിഗണിച്ചിരുന്നു. എന്തെല്ലാം തിരക്കുകളുണ്ടായിരുന്നു അള്ളാഹു റസൂൽ ഹരിശുദ്ധി, എന്തെല്ലാം തിരക്കുകളുണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർത്താൽ തീരാത്തത്രയും തിരക്കുകളുള്ള ഒരു മനുഷ്യൻ വീട്ടിലേക്ക് വരുമ്പോ കുട്ടികളെ കാണുമ്പോ ആന കളിക്കുന്നു, കുട്ടികൾക്ക് സലാം പറയുന്നു, കുശലാന്വേഷണങ്ങൾ നടത്തുന്നു അല്ലെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 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 കിളി ഇങ്ങനെ എപ്പോഴും കയ്യിൽ കരുതുന്ന ഒരു കുട്ടീന്റെ കയ്യിൽ ഒരു കിളി കാണാതിരുന്നപ്പോ, എവിടെ എന്റെ കിളി എന്നെ കാണാനല്ലോ എന്ന് പറഞ്ഞ് അവന്റെ ഒരു ലാംഗ്വേജിലേക്ക് പ്രവാചകൻ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അല്ലെ. എല്ലാവരെയും പരിഗണിച്ചു, ഇണകളെ സഹായിക്കുന്നു, ഇണകളെ സഹായിക്കുന്നു അല്ലെ. എന്തെല്ലാം പരിപാടികളുണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലാവുമ്പോൾ ഇണകളെ സഹായിക്കുന്നു, വീട്ടുകാര്യങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം കൊടുക്കുന്നു. എന്നിട്ടോ സേവനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് പുകഴ്ത്തുന്നു, ന്യൂനതകൾ അത് മറച്ചു വെക്കുന്നു അല്ലെ. സ്വർഗമുന്തിയ കൂട്ടാൻ എന്താ പറയുന്നത്, ഒരിക്കലും ഒരു നെഗറ്റീവ് തേടി പോയില്ല. എന്താ ഇപ്പൊ ഉള്ളത് ആയിഷുമ്മ, ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞ സ്വർഗ മാത്രമുള്ള പ്രവാചകരെ നല്ല എന്തൊരു നല്ല കൂട്ടാനാണ് സ്വർഗ എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം കഴിച്ചു എന്നാണ്. ഒരു ഭക്ഷണത്തെ പോലും കുറ്റം പറഞ്ഞിട്ടില്ല എന്ന. ഇന്നത്തെ ഒരു ഡിന്നറിന് ഇതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് ഇതെങ്കിലും കിട്ടിയല്ലോ റബ്ബ്, നമ്മുടെ പട്ടിണി കിടത്തിയില്ലല്ലോ എന്ന് ചിന്തിക്കുക, എന്ന് ചിന്തിച്ച് ആ ഒരു രംഗത്തെ പോലും പോസിറ്റീവായി കൊണ്ട് കാണുന്ന പ്രകൃതക്കാരനായിരുന്നു പ്രവാചകൻ എന്ന് കാണാൻ കഴിയും. സഹോദരിമാരെ, നമ്മുടെ പ്രവാചക ജീവിതത്തിൽ ഒരിക്കലും അസൂയയും കുശുമ്പും തീരെ വന്നിട്ടില്ല എന്ന് കാണാൻ കഴിയും. മറ്റുള്ളവരുടെ സുഖത്തിലും സന്തോഷത്തിലും ഒക്കെ പങ്കുകൊള്ളാൻ അല്ലാഹു റസൂൽ പറഞ്ഞത്. അവിടുന്ന് കാണിച്ചു തന്നതും അങ്ങനെയാണ് അല്ലെ. മറ്റുള്ളവരെ കഴിയുന്നത് പോലെ സഹായിക്കാനാണ് പറഞ്ഞത്. അല്ലാഹു ഫീ ഔനിൽ അബ്ദി,
പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾ നല്ലോണം മറ്റുള്ളവർ സഹായിച്ചോളി. എന്താ അറിയോ? മറ്റുള്ളവർ സഹായിച്ചോളി. നിങ്ങൾക്ക് എന്തെങ്കിലും ഇടങ്ങറുണ്ടാകുമ്പോ നിങ്ങളെ റബ്ബ് സഹായിക്കുമെന്നാണ്. ആർക്കതൊക്കെ ചെയ്യാൻ കഴിയാം? മറ്റുള്ളവരുടെ പിന്നെ നന്മയിൽ അസൂയ വെച്ച് പുലർത്തുന്ന ഒരാൾക്ക് മറ്റുള്ളവർ സഹായിക്കാൻ കഴിയും? ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നതാണ്. മാത്രമല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭാവത്തിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു. എപ്പോഴാണ് അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുക? അല്ലെ? എപ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുക? ഒരു അസൂയയും ഒരു കുശുമ്പൊന്നും ഇല്ലാതിരിക്കുമ്പോഴല്ലേ? മനസ്സ് അത്രയും ക്ലിയർ ആകുമ്പോഴല്ലേ? അതുകൊണ്ട് എന്താണെന്നറിയോ? പ്രവാചകൻ പഠിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമുക്ക് ആ ഒരു തെളിമയും എല്ലാം നമുക്ക് കിട്ടുമെന്നാണ്. പ്രവാചകൻ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ആരെയും വേദനിപ്പിച്ചില്ലായിരുന്നു എന്നാണ്. ആരെയും വേദനിപ്പിക്കൂല, വാക്കുകൾ കൊണ്ടുപോലും വേദനിപ്പിക്കൂല. അനസ് മാലിക് 10 വർഷം ഹിദ്മത്ത് ചെയ്തിട്ട് പറയാണ്, എന്നോട് എന്റെ പ്രവാചകൻ എന്തിനാണ് അത് ചെയ്ത് എന്ന് കാർക്കശത്തോടു കൂടി ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല എന്നാണ്. ചില ആളുകളൊക്കെ വേറൊന്നും ചെയ്യില്ല, പക്ഷെ അവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, വലിയ ഒരു AK-47 പ്രഹരശേഷിയുള്ളതാണ് പലപ്പോഴും ഉപയോഗിക്കുന്ന ഓരോ വാക്കുകൾ. കുത്തുവാക്കുകൾ പറയരുതേ സഹോദരിമാരെ, കുത്തുവാക്കുകൾ പറയരുത്. ലുമസ എന്ന് പറഞ്ഞില്ലേ? പ്രവാചകൻ അങ്ങനെയായിരുന്നില്ല എന്നുള്ളതാണ്. മ്ലേച്ഛമായ ഒന്നും പ്രവാചകൻ പറയാറുണ്ടായിരുന്നില്ല എന്ന്. ഈ ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പരസ്യമായിക്കൊണ്ട് പറഞ്ഞ പോലെ പ്രയാസപ്പെടുത്തല്ല, പ്രവാചകൻ രഹസ്യമായിക്കൊണ്ട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഖുതുബകളിൽ സൂചിപ്പിക്കും, ആരാ എപ്പോഴാ എന്താ പറഞ്ഞു എന്നൊന്നും പറയാതെ എന്തായാലും ഇപ്പൊ ആളുകളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ട ആൾക്ക് ബോധ്യപ്പെട്ടു പ്രവാചകൻ എന്നെ തിരുത്തിയതാണെന്ന്. പക്ഷെ ഒരാൾക്ക് പോലും അവിടുത്തെ പേരുകൾ അറിഞ്ഞില്ല എന്ന്. അത്രയേറെ അറിയാതെ പോലും എന്റെ നാവ് കൊണ്ട് ഒരാൾ പ്രയാസപ്പെടരുതെന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരാൾ യഥാർത്ഥ സൽസ്വഭാവിയായി കൊണ്ട് മാറുന്നത്. പിന്നെ പ്രവാചകൻ കാണിച്ചത് എന്താണെന്നറിയും? എല്ലാവരോടും ഇണങ്ങി ജീവിക്കുമെന്ന. ആരെയും പിണക്കിയില്ല സഹോദരിമാരെ. ഒരു അഅറാബി വന്നിട്ട് ശക്തമായ രൂപത്തിലുണ്ട് ഭരിച്ചു, നല്ല പരിപരിക്കൽ മുണ്ടിട്ടിട്ട് ഭരിച്ചു. പ്രവാചകന്റെ കഴുത്ത് രക്തം പൊടിഞ്ഞു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പുഞ്ചിരിച്ചു കൊണ്ടാണ് ആ അറാബിയോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ തിരക്കി, നിനക്ക് എന്താ വേണ്ടി എന്ന് ചോദിച്ചു എന്നാണ്. മറ്റൊരു ക്വാളിറ്റി എന്താണെന്നറിയാം? പ്രവാചകൻ തീർത്താലും പറഞ്ഞാലും തീരില്ല. സമയത്തിന്റെ പിന്നെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഓടിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും നന്മകൾ കാണാനുള്ള വിശാലമായ മനസ്സ് പ്രവാചകർക്ക് ഉണ്ടായിരുന്നു എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെയും നോട്ട് ചെയ്യും. അവന് എന്തിന് പറ്റുമെന്ന് പ്രവാചകർക്ക് അറിയാമായിരുന്നു. ഒരു യുദ്ധത്തിന് പോകുമ്പോ ഏതാള് എവിടെ നിർത്തുമെന്ന് പ്രവാചകൻ അറിഞ്ഞിരുന്നു. നിങ്ങൾ ആലോചിക്കണം, എങ്ങനെയാണ് പ്രവാചകൻ കണ്ടെത്തി എന്നുള്ളത്? ഓരോ ആളുകളുടെയും പിന്നെ പോസിറ്റീവായ കാര്യങ്ങൾ എന്ത് എന്ന് കൃത്യമായിക്കൊണ്ട് പ്രവാചകൻ പഠിച്ചിരുന്നുണ്ട്. അത് പോസിറ്റീവ് കാണാൻ വേണ്ടി ശ്രമിച്ചാലേ കിട്ടുള്ളൂ. പല ആളുകൾക്ക് എന്താ അറിയോ? ഒരിക്കലും മറ്റുള്ള പോസിറ്റീവ് കാണുന്നില്ല. നെഗറ്റീവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അത് കണ്ടുപിടിച്ചിരിക്കുമെന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥ, ദുരന്തം നമുക്കൊരിക്കലും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പ്രവാചക ജീവിതത്തിൽ ഉണ്ടാകുന്ന വിട്ടുവീഴ്ചയാണ്, തുല്യതയില്ലാത്ത വിട്ടുവീഴ്ച. ഭാര്യയെ കുറിച്ച് അപവാദം പറഞ്ഞു ഒരു വിട്ടുകൊടുത്തില്ല സഹോദരിമാരെ. മക്ക വിജയത്തിൽ നമ്മൾ കണ്ടത് അതല്ലേ? പ്രവാചക ഒരിക്കലും പ്രതികാരദാഹിയായിരുന്നില്ല. നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ വർഷങ്ങളോളം ആ പ്രതികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്തുണ്ട് അതുകൊണ്ടൊക്കെ ഒരു മെച്ചം നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കണം. അതുകൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ പ്രവാചകന്റെ സ്വഭാവം കണ്ടുകൊണ്ട് മാത്രം ഇസ്ലാമിലേക്ക് ആളുകൾ വന്നു. പ്രവാചകൻ മണിക്കൂറുകളോളം നിന്ന് വയല് പറഞ്ഞിട്ടല്ല, പ്രവാചകൻ ഘോരഘോരം സംസാരിച്ചിട്ടല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരവും പ്രവാചകന്റെ ഓരോ ഇടപെടലുകളും മൗനമായി വീക്ഷിച്ച ആളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ച ആദർശത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ഇസ്ലാമിനെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇവൻ ഇങ്ങനത്തെ ഒരു സ്വഭാവിയായതിന്റെ പിന്നിൽ അവനെ ഡ്രൈവ് ചെയ്യുന്നത് അവന്റെ ഇസ്ലാമിക് കൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാക്കി, എങ്കിൽ ആ ഇസ്ലാമിന് ഞാനൊന്ന് കൂടുതൽ അറിയട്ടെ എന്ന് ആരെങ്കിലും നമ്മളെ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറയാൻ പറ്റും? ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടാകാം, നമ്മളുള്ള ഇടങ്ങളിൽ അതുണ്ടാകാം. നമ്മുടെ അയൽവാസികൾ നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകണം. നമ്മുടെ സഹപാഠികൾ, സഹപ്രവർത്തകരെല്ലാം നമ്മളിലൂടെ ഇസ്ലാമിനെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകാം, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രദ്ധിച്ചാൽ, സ്വഭാവത്തെ ഒന്ന് ക്രമീകരിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സ്വർഗം തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയും.
അതല്ല. ഈ രംഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഇതിന് ശ്രദ്ധിക്കേണ്ടതില്ല, ശ്രദ്ധിക്കേണ്ട പോലെ ശ്രദ്ധിക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൽസ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടുള്ള സഞ്ചാരമാണ് നമുക്കുള്ളതെങ്കിൽ എഴുതി വെച്ചോ, നമ്മുടെ മരണം ദുസ്സഹമായിരിക്കും. എഴുതി വെച്ചോ, ഖബറിൽ നമ്മൾ കുടുങ്ങിയിരിക്കും. എഴുതി വെച്ചോ, നാളെ പരലോകത്ത് നമ്മൾ നഷ്ടക്കാരായി. എഴുതി വെച്ചോ, നാളെ പരലോകത്ത് നരകം ഒരു തവണയെങ്കിലും നമ്മൾ ദർശിക്കാതെ. അതുകൊണ്ട് സഹോദരിമാരെ, ഒന്ന് ചെറിയൊരു എഡിറ്റിങ്ങിന് നമ്മൾ വിധേയമാണ്. റഹ്മാനായ റബ്ബ് പലപ്പോഴും പല ആളുകളും നല്ല സ്വഭാവം വെച്ച് കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ അങ്ങനെ പെരുമാറി നാട്ടുകാരെന്താ പറയാന്ന്, നാട്ടുകാരെ പേടിച്ചിട്ടല്ല സഹോദരിമാരെ നമ്മൾ ജീവിക്കേണ്ടത്. റഹ്മാനായ റബ്ബന്റെ വിഷയത്തിൽ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പിടിയുക. എപ്പോഴും നമ്മുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രതിഫലം ഉണ്ടായിക്കോട്ടെ. ഒരിക്കലും പറ്റാത്ത പ്രതിഫലമാണ് ഒരു മനുഷ്യൻ സൽസ്വഭാവിയാകുമ്പോൾ തന്റെ സ്വഭാവത്തെ ഒന്ന് ക്രമീകരിച്ച് കുറച്ച് പണിയെടുത്ത് പ്രാർത്ഥിച്ച് ട്രെയിൻ ചെയ്ത് നമ്മൾ നമ്മുടെ നെഗറ്റീവുകളെ എല്ലാം മാറ്റാൻ വേണ്ടി തീരുമാനിച്ചാൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ. അള്ളാഹ് നമുക്ക് നൽകുന്ന വാക്കാണ്. എന്താ? നമ്മുടെ മാർഗത്തിൽ ആരെങ്കിലും കാര്യമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ ഞാനുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നടക്കും സഹോദരന്മാർ, നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ന്യൂനതകളും സ്വഭാവ രംഗത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും അത് തിരുത്താനും നല്ല രൂപത്തിൽ നമുക്ക് ജീവിക്കാനും എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിക്കൊണ്ട് മാറാനും നമ്മളൊക്കെ മരിച്ചു എന്നറിഞ്ഞാൽ ആത്മാർത്ഥമായിക്കൊണ്ട് തസ്ബീഹ് ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വാർത്തെടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സ്വഭാവം ഉയർത്താൻ കഴിയണം. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.